മോളുടെ ഫാത്തിമത്താത്ത എന്താ ഇപ്പൊ വരാത്തെ? ഇത്താത്തയുടെ നിക്കാനല്ലോ. ആഹാ, എപ്പോഴായിരുന്നു? ഇന്നലെ. എന്റെ അമ്മേ, അതെങ്ങനെ കഴിഞ്ഞ്? ഇത് പുതിയ ആപ്പിളക്കാ. അത് ശരി. ഇത്രയും നാളും എന്നെ പറ്റിച്ചിട്ട് ഇനി അവിടെ പുതിയ ആപ്പിളേക്ക് വിളിക്കാനുള്ളത് കൂടി ഞാൻ പൊതിഞ്ഞു കിട്ടി തരണോ അല്ലേ? തീറ്റിക്കാടി, നിന്നെയൊക്കെ ഞാൻ തീറ്റിക്കാടി. അവളുടെ പുതിയ ആപ്പിളുടെ 16 അടി എത്തിരി പച്ചക്കറി എല്ലാം കൂടി വെട്ടി എരിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കി അതിൽ വിഷം ചേർത്തില്ലാത്തിന് ഞാൻ കൊല്ലുവേ. എടാ, ഇവളും അവളും തമ്മിൽ 2-3 വയസ്സിന് വ്യത്യാസമാണ് ഞാൻ സഹിച്ചേനെ. ഇനി ഇതൊക്കെ വളർന്നു വരുമ്പോ ഞാൻ അപ്പൂപ്പനാകുകയല്ലേടാ. ഇനി ഏതെങ്കിലും ഒരു ഈ കടയിലോട്ട് 20 രൂപയുടെ പച്ചക്കറി ചോദിച്ചു വന്നാ പച്ചക്കറി ഞാൻ വിളിച്ചു പറയും. ഇനി ജോൺസന്റെ കയ്യിൽ നിന്ന് പലിശ വരില്ല. മൊത്തം മുതലാണ് ഈ കയ്യിലിരിക്കണത്. കല്യാണം കുട്ടിക്കളിയല്ല എന്ന് കാർന്നോമാര് പറഞ്ഞത് വെറുതെ അല്ല അല്ലേ അമ്മേ? അത്രയും വലിയ വീട്ടിലേക്ക് കാർത്തിമോളെ കല്യാണം കഴിച്ചയക്കുമ്പോ സ്വർണവും പണം കൊടുക്കാന്ന് പറഞ്ഞും പോയി. അതിനു മുമ്പ് അച്ഛൻ വരുമല്ലോ, പിന്നെന്താ? അതിന് അച്ഛൻ വരുന്നത് അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നും അല്ലല്ലോ, ജയിലിൽ നിന്നല്ലേ. ഏടാ, ജയിലിൽ നിന്ന് വരുന്നവരെ നീ അങ്ങനോട്ട് കൊച്ചാക്കല്ലേ കേട്ടോ അമ്മേ. എന്റെ ഒരാളിയൻ ഒരു ചെറിയ പെണ്ണുകസ് പെട്ടി ജയിലിൽ പോട്ട് വന്നപ്പോ കാണായിരുന്നു. കൈ നിറയെ പൂത്ത കാശായിരുന്നു. പൂത്ത കാശോ? എത്ര ഉണ്ടായിരുന്നു? ഒരു 1000-1500 രൂപ ഉണ്ടായിരുന്നു. അതാണോടാ പൂത്ത കാശ്? അല്ല, ജയിലിൽ നിന്ന് കിട്ടിയതല്ലേ. വിയർപ്പൊക്കെ പറ്റിയിട്ട് ചെറിയൊരു പൂപ്പലുണ്ടായിരുന്നു. വെയിലത്ത് വെച്ചപ്പോ കാര്യം പറയുമ്പോഴേ അവന്റെ ഒരു തമാശ. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എന്റെ മുമ്പിൽ ഒറ്റ മാർഗേ ഉള്ളൂ. ഇതിനെ വിൽക്കാൻ പോവാണോ? അല്ലമ്മേ, ഞാനിതിനെ സ്നേഹം കൊണ്ട് തലോടിയതല്ലേ. സ്നേഹം കൊണ്ട് കഴുത്തു അറക്കും. ഇന്ന് ചാണം വരി. അല്ലെങ്കിൽ വേണ്ട, ചാണം കളയണ്ടല്ലേ അമ്മേ. അമ്മേ എന്താ അമ്മേ, അച്ഛൻ വന്നോടനെ എന്നെ കാശ് വെക്കാന്ന് വെച്ചാൽ വളരെ മോശമല്ലേ? അപ്പോന്ന് വെച്ചാ നമ്മളിപ്പോ ഒരു ഉപയോഗമില്ലാത്ത സാധനം എടുത്ത് പണയം വെക്കില്ലേ? ദൈവമേ, നീ ആ അമ്മൂമ്മനെടുത്ത് പണയം വെച്ചാ? ഒരു മിനിറ്റ് അമ്മേ. അമ്മ, ഉദാഹരണത്തിന് ഈ വീടിന്റെ ആധാരം, അതിന്റെ മുന്നാധാരവും പിന്നാധാരവും എടുത്ത് ആധാരമില്ലാത്ത അവരുടെ ജീവിതത്തിന് ഒരു ആധാരം ഉണ്ടാക്കണ്ടേ? അതാണല്ലോ വഴിയാധാരമായി കിടക്കുന്ന അവരുടെ ജീവിതത്തിന് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയ ആധാരം. ചുരുക്കി പറഞ്ഞാൽ ഈ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചിട്ട് നിനക്ക് അവരെ സഹായിക്കണം. അത്രേ ഉള്ളൂ. ആധാർ കാർഡിന് പോലും വിലയില്ലാത്ത ഈ നാട്ടില് ആധാരത്തിന് എന്ത് വിലയാണമ്മേ? ഈ വക കാഞ്ഞ ബുദ്ധി ഞാൻ ചീട്ടുകളിക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും പന്നിമരത്തുകാരയില്ലേ. ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് നമ്മുടെ മൂലാധാരം വരെ പോയിട്ടുണ്ടാവും അമ്മേ. അമ്മയെ പണയം വെക്കാനായിട്ട് ആധാരം ഞാൻ എടുത്തു. ഒപ്പിടാൻ അങ്ങോട്ട് വന്നാ മതി. ശിക്ഷ കഴിഞ്ഞ് നാളെ അച്ഛൻ വരിക. ആണോ? നന്നായി. അച്ഛനോട് ഞാൻ ആരാന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുക? നർമ്മദയെന്ന് പറയും. പിന്നെ പിന്നെ പരസ്യമൊക്കെ പിടിക്കുന്ന സംവിധായിക എന്ന് പറയും. പിന്നെ പിന്നെ ഞാൻ പറയുവേ, നരേന്ദ്ര മേനോന്റെ മോളാന്ന് പറയും. അതെങ്ങനെയുണ്ട്? കഷ്ടമുണ്ട് കേട്ടോ. അല്ലേ? ശരിക്കും എന്താ പറയാന്ന് പറ. ശരിക്കും എന്ത് പറയണോന്ന് പറ. ട്യൂസ്ഡേ പോയി ദാമോദർജിയെ കണ്ടു. മോൾ കെട്ടി ചൊവ്വയല്ലേ, അതിനൊരു പരിഹാരമായി. നാളെ ഒരു പയ്യൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഒരു അരുൺ കെ മേനോൻ. ഓ, അമേരിക്കക്കാരനാ. അല്ല, ഈ അമേരിക്കക്കാരെന്നൊക്കെ പറയുമ്പോ ആളൊരു ബുദ്ധിസ്റ്റാ. ബുദ്ധേട്ടൻ നാട്ടിൽ വിളിക്കത്രേ. ഈശ്വര, അയാൾ അതും വിറ്റ. ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാർ. എക്സ്ക്യൂസ് മീ, അതെ, അരുൺ കെ മേനോൻ തന്റെ വീട്ടിൽ പെണ്ണാണാൻ വരില്ല. എന്താന്നോ? അവിടെ ഇരിക്കേ. അയാൾ ആ പണി നിർത്തി. എന്ന് വെച്ചാൽ അയാൾക്കിനി തല്ലുകൊള്ളാൻ വയ്യാന്ന്. ബാക്കി കാര്യങ്ങൾ ഞാൻ ദാമോദർജി വിളിച്ച് പറഞ്ഞോളാം. അമ്മൂമ്മയുടെ എനിക്കറിയാം. ഒരു മിനിറ്റ്, തനിക്കറിയില്ല. ഞാനിപ്പോ ഇവിടെ വെച്ചല്ലേ കാണുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പൊ പേര് മറക്കണ്ട, അരുൺ കെ മേനോൻ. ഹലോ, അരുൺ കെ മേനോൻ ഹിയർ. ദാമോദർജി ഹിയർ. താനിഞ്ഞ് ഏതെങ്കിലും അരുൺ കെ മേനോമാരെ പെണ്ണാണിക്കാൻ കൊണ്ടുപോയണ്ടല്ലോ. പിന്നെ നർമ്മദയെ പെണ്ണ് കാണിക്കാൻ താനിഞ്ഞ് ആരും വിടുകയും വേണ്ട. അവളെ എന്റെ പെണ്ണാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ പെണ്ണ്. മനസ്സിലായോ? ഞാൻ അറിയാണ്ട് പറഞ്ഞു. എനിക്ക് ഇത്രയും കേട്ടാ മതി. ദയവായിട്ട് പറയിച്ചതാ കേട്ടോ. ഹലോ ഹലോ, താനിതുവരെ ഫോൺ വെച്ചല്ലേ? വെക്കണോ? ഓക്കെ, ഇങ്ങനെയും പ്രശംസിക്കാവോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? അരുൺ കെ മേനോൻ. അരുൺ കെ മേനോൻ. അരുൺ കെ മേനോൻ വേണ്ട. രാഹുൽ നമ്പ്യാർ മേനോൻ. രാഹുൽ നമ്പ്യാർ മേനോൻ. ആ പേര് തനിക്ക് മാത്രമേ കാണത്തുള്ളൂ. ശരി.
ആ പിന്നെ ആ ബുദ്ധന്റെ കഥ പറയണ്ട, വിവേകാനന്ദനെ കുറിച്ച്. ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഈ ചന്ദ്രശേഖരൻ ഇന്ന് റിലീസാവണ 10:15 പോയല്ലോ. എങ്ങോട്ടാ പോയെന്നറിയോ? ഇതിന്റെ അകത്ത് ചാടി പോകുന്നവരെ എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കൽ മാത്രം എന്റെ ഡ്യൂട്ടി. റിലീസായി പോകുന്നവന്മാരെ എങ്ങോട്ട് പോയാലും എനിക്കെന്താ? നിന്റെ തന്തയുടെ കാലൻ ഞാനാ, ഓർത്തോ. എന്റെ അച്ഛനെവിടെ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ അച്ഛനെവിടെ പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല. നിന്റെ അച്ഛനെ എന്റെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നാടകം കളിക്കുന്നോടാ. ഞാൻ ജയിലിന്റെ പുറത്ത് കാത്തു നിന്നിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഇപ്പൊ വീട്ടിലെത്തിയനെ. ജീവനോടെ അല്ല, ചത്തിട്ട്. എന്താ മേ? അമ്മേ, അച്ഛൻ എന്ത് പണിയെ കാണിച്ചേ? അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛൻ എങ്ങോട്ടാ പോയേ? ഞാൻ ഈ സമയം വരെ പേടിച്ച് പ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു. നീ പെട്ടെന്നൊന്ന് റെഡിയാവും, നമുക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. എവിടേക്ക്? വേം വേണേ. ലക്ഷ്മി, നീ അച്ഛാ, ഇത് എവിടെ പോയി കിടക്കുന്നു? വരുന്നു. അച്ഛൻ എന്താ പറ്റിയത്? ഞാൻ ചോദിക്കണമെന്ന് അച്ഛൻ കേൾക്കണല്ലേ? ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? പെട്ടെന്ന് റെഡിയാവ് ലക്ഷ്മി, വേഗം വേണം, വൈകിക്കണ്ട. അമ്മേ, എന്താ അമ്മേ ഇത്? എന്താ പ്രശ്നം? അത് ലക്ഷ്മി. മോനെ, ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാൻ പറയുന്നത് അനുസരിക്കുക, കൂടെ വരിക. ബാക്കി കാര്യങ്ങളൊക്കെ പോയി വന്നിട്ട് സംസാരിക്കാം, കേട്ടല്ലോ?